ഹലോ എവ്രി വൺ, ലവ്ലി റെയിനറിൻ്റെ 6ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ 6th എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ഇംസോളും അതുപോലെ തന്നെ സുഞ്ചിയും ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇംസോൾ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഞാനിവിടെ ഉള്ളത് അറിഞ്ഞതെന്ന്. അപ്പോൾ സുഞ്ചി പറഞ്ഞു, ഞാൻ ബസ്സിൽ നിന്ന് നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, നീ ഉറങ്ങുന്നത്, നീ ഇങ്ങനെ ഈസിലി എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കിടന്നുറങ്ങുക, തീരെ ബോധമില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട് ആൾ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ആക്ച്വലി അവൾക്ക് ഓർമ്മ വന്നു, ഇവനാണ് അവൻ്റെ അന്ന് ആ പണ്ടത്തെ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷിച്ചതെന്നൊക്കെ. അപ്പോൾ ഇവൾ പിന്നെ ചോദിക്കുന്നത്, നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവൾ പറയണ്ട, ഞാൻ കൊറിയർ ബോയ് ആയിട്ട് നീ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നോ. പിന്നെ അവൾ ചോദിക്കുന്നത്, വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, DVD ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ അവൻ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ കള്ളുറക്കം അഭിനയിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവൻ അറിയാതെ എടുത്ത DVD, ഒരു ഏപ്പടത്തിൻ്റെ DVD ആയതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയത് കേട്ടോ. പിന്നെ അവർ വീട്ടിൽ കൊണ്ടാക്കി, അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ പോകുന്നതും ഇവൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവളിങ്ങനെ ഓരോന്നും അങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ആക്ച്വലി പാസ്റ്റിൽ ഇവർ തമ്മിൽ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് മുന്നേ. പക്ഷേ ഇവൾ ഓരോരോ കാര്യം മിസ് ചെയ്തതാണ്. ഇവനാണ് ശരിക്കും രക്ഷിച്ചത്, പക്ഷെ ഇവൾക്കത് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്, ഇതുകൊണ്ടൊക്കെ ആയിരിക്കുമോ ഞാൻ പിന്നെയും ഇങ്ങോട്ട് വന്നത്, ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കുമോ, ഇതൊരു നിമിത്തമായിട്ട് വന്നതാണോ എന്നൊക്കെ. എന്നിട്ട് പിറ്റേ ദിവസമുണ്ട് ഇവൻ കിടന്ന് ഉറങ്ങുകയാണേ. അവിടെ കിടന്ന് കാറുന്നുണ്ട്, സുഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവൻ ഉറക്കത്തിൽ നിന്ന് എന്താന്ന് പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ചുമ്മാ റെയിൻബോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെയിൻബോ കണ്ടോ, ഇനി വിഷ് ചെയ്തോ, നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നൊക്കെ പറയും. അവൻ പറയുന്നുണ്ട്, എവിടെ റെയിൻബോ. എന്നിട്ട് എന്ത് ചെയ്യും, അവൾ അവിടെ റെയിൻബോ കാണില്ലേ നിനക്ക്, നോക്കാം ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വെള്ളം സ്പ്രേ ചെയ്തിട്ട് റെയിൻബോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം താഴത്തേക്ക് വീഴുന്നത് അവളുടെ അമ്മേനെ മേത്തേക്കാണ്. അമ്മ വന്നിരുന്നിട്ട് അവളെ അടിക്കാൻ ഓടുന്നുണ്ട്, നീ ഇത്ര വലുതായില്ലേ, പോത്തുപോലെ വലുതായില്ലേ, എന്നിട്ട് വെള്ളത്തിൽ കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അടീൻ്റെ ഇടയിൽ ഇവളുടെ ബ്രാ പോയിട്ട് ഇൻ്റർവെയർ പോയിട്ട് അവൻ്റെ റൂഫ് ടോപ്പിൽ വീഴുന്നുണ്ട്. എന്നിട്ട് അവനത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവൾക്ക് ആകെ ചമ്മലായി. ഇവൾ പറയുന്നുണ്ട്, ഇതെൻ്റെ ഒന്നല്ല, അമ്മൂമ്മേൻ്റെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനത് ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തിരിച്ചു കൊടുക്കും. അവളത് ബാഗിലിട്ടിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവളെ ചോദിക്കും, ഞാനൊന്ന് ആക്ച്വലി നമുക്ക് ഒരുമിച്ച് പോകാമെന്നുള്ളൊരു ഇതിൽ നിൻ്റെ അടുത്ത് പറയാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കും, എന്താ കാര്യം. ഒന്നുമില്ല, ഞാൻ നിൻ്റെ അടുത്ത് താങ്ക് യു പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ രക്ഷിച്ചേനെന്ന് പറയും. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഇന്നലെ ഓൾറെഡി പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഒരുപാട് കാര്യത്തിന് താങ്ക് യു ഉണ്ടെന്നൊക്കെ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ രക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്കൂട്ടറുകാരൻ വരുമ്പോൾ അവിടെ നിന്ന് അവനെ ചുമരുമേക്ക് ചാടി നിർത്തിയിട്ട് ഞാൻ രക്ഷിച്ചു നിന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോമഡി ആയിട്ട് സീനാക്കുന്നുണ്ട് അവിടെ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അവളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ഒരു മുട്ട പോലത്തെ ഒരു സാധനം. അവൻ ടൈം ക്യാപ്സ്യൂളാണെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 നമുക്ക് ഒരുമിച്ച് വന്നത് തുറക്കണം. ആക്ച്വലി അവൾ ഉദ്ദേശിക്കുന്ന ഒന്നുകൊണ്ടല്ല, ആ ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഓരോരോ മെത്തേഡാണ് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത്ര വർഷം അവർക്ക് ശരിക്കും 19 വയസ്സേ ആയിട്ടുള്ളൂ, ഇനി എത്ര കാലം പോകണം 2023. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട്, ഇതെന്തിനാ എത്ര കാലമൊക്കെ വെയിറ്റ് ചെയ്യണതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, വെയിറ്റ് ചെയ്യണം, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇന്നലെ നടന്ന സംഭവം. കാരണം അവൻ വിളിച്ച് പറഞ്ഞ ഉടനെ അവൻ പോയി രക്ഷിക്കുന്നതും കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടെ സ്കൂളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്കൂളിൽ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ ടൈ കെട്ടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ്റെ ടൈ ഊരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലീഡ് ആയിട്ടുള്ള അവൻ കാണുന്നുണ്ട്. അപ്പോൾ ഇവന് വലിയ പന്തി കിട്ടും, കാരണം ചെറിയൊരു ജെലസി വന്നിട്ടുണ്ട്. കാരണം ഇവളെ ശരിക്കും സീരിയസ് ആയിട്ടാണ് നോക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ പണിഷ്മെൻറ്റ് വാങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലീഡും വരുന്നുണ്ട്. സെക്കൻഡ് ലീഡും നമ്മുടെ ഫസ്റ്റ് ലീഡും കൂടെ അവിടെ കിടന്ന് ചെറുതായിട്ടൊന്ന് കയർക്കുന്നുണ്ട്, ചെറുതായിട്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വലിയ സ്വിമ്മറാണല്ലോ, പക്ഷേ റൺ ചെയ്യാൻ പറ്റും, തോൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവൻ ജയിക്കുന്നുണ്ട്. എന്നിട്ട് ആക്ച്വലി ഇവൻ ചോദിക്കുന്നത്, നിനക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് കാര്യം, സുഞ്ചേൻ്റെ അടുത്ത് നമ്മുടെ സെക്കൻഡ് ലീഡ് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് കാര്യം. ആക്ച്വലി ഇവൻ നല്ല ജലസ് ആവുന്നുണ്ട് ഉള്ളിൽ, പക്ഷെ ഇവൻ പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇവൻ്റെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ഇംസോളിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നില്ലേ എന്നൊക്കെ. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് ലീഡ് പറയും, നമ്മൾ പോടാർക്കാം, നീ വല്ല ഡ്രസ്സ് എന്തെങ്കിലും എടുത്തിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ സീൻ അവിടെ എൻഡ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഒളിമ്പിക്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒളിമ്പിക്സിൽ സ്വിമ്മിങ്ങിന് നമ്മുടെ കൊറിയയിൽ
പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സുഞ്ചേൻ്റെ അച്ഛനൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് കളി കാണുന്നുണ്ട്. പക്ഷേ സുഞ്ചി വരുമ്പോൾ പെട്ടെന്ന് അത് ഓഫാക്കുന്നുണ്ട്. കാരണം അവനത് ഹേർട്ട് ആവേണ്ട, കാരണം അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കോമ്പറ്റീഷൻ ആയിരുന്നല്ലോ അത്. അതുപോലെ തന്നെ നമ്മുടെ ഇംസോളിൻ്റെ വീട്ടുകാരും എല്ലാവരും ഇരുന്നിട്ട് നമ്മുടെ കോമ്പറ്റീഷൻസൊക്കെ കാണുന്നുണ്ട്. ഇംസോളിൻ്റെ ബ്രദറൊക്കെ അങ്ങനെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ സുഞ്ചിയാണ് ഇവിടെ വരേണ്ടത്. പക്ഷേ സുഞ്ചിക്ക് അങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ് കാരണം നടന്നില്ല. പിന്നെ സുഞ്ചി ഇങ്ങനെ ഓരോന്നിരുന്ന് ഇങ്ങനെ വായിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇംസോൾ എന്ത് ചെയ്യുന്നുണ്ട്, റിക്വസ്റ്റ് അയക്കുന്നുണ്ട്, നാളെ ഫ്രീ ആണോ വരുന്നുണ്ടോ വെച്ചിട്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പിക്സ് ഇന്നാണ് നടക്കുന്നത്. അപ്പോൾ അവൻ ആ മത്സരം കണ്ട് സങ്കടപ്പെടണ്ട എന്ന് വെച്ചിട്ട് ഇവനെ ആക്ച്വലി ഒരു മൂവിക്ക് കൊണ്ടുപോകും. പക്ഷേ ഇവർ ഭയങ്കര ഇഷ്ടമായിരിക്കും പെട്ടെന്നൊരു മൂവി വാച്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ ഈ ഒളിമ്പിക്സിനെ പറ്റിയിട്ട് മിസ് പിങ്ങിനെ പറ്റിയിട്ടൊക്കെ ന്യൂസ് കാണുമ്പോൾ ഇവനെ അതൊന്നും നോക്കാതെ അറിയാതെ കൊണ്ടുപോകുന്നുണ്ട്. നല്ല കോമഡി ആയിട്ടുള്ള രംഗത്തിൽ ബസ്സിലേക്ക് ഇരിക്കുമ്പോൾ ഇവളിങ്ങനെ ന്യൂസൊന്നും കേൾപ്പിക്കാതെ ഇങ്ങനെ ഓരോരോ കോമാളിത്തരമൊക്കെ കാണിച്ചു. പക്ഷേ ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടാട്ടോ തോന്നുന്നത്. ഇവളെ കോമാളിത്തരങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഭയങ്കര നല്ല രസമാണ് കേട്ടത് കാണുമ്പോൾ. ഇവർ രണ്ടുപേരുടെ കെമിസ്ട്രി കാണുമ്പോൾ ഭയങ്കര രസമാണ്. ബസ്സിൽ പോകുമ്പോൾ ന്യൂസൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൾ ചാടി കയറിയിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ മൂവി തിയേറ്ററിലെത്തിയിട്ട് അവൻ പറഞ്ഞു, നിനക്കിത് ആദ്യം പറയായിരുന്നില്ല, എനിക്കും ഇഷ്ടമാണ് മൂവിയൊക്കെ വാച്ച് ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു പെട്ടെന്നുണ്ടായ പ്ലാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ബെല്ലടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം കാണാൻ പറ്റുന്ന, കാരണം ഫയർ എന്തോ ഉണ്ടായിട്ട് അങ്ങനെ എന്തോ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ്. അപ്പോൾ അവളിങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവൻ ആ വലിയ സ്ക്രീനിലിരുന്നിട്ട് ഇങ്ങനെ ഈ സ്വിമ്മിങ് വാച്ച് ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ആക്ച്വലി നീ ഇതുകൊണ്ടാണോ ഇങ്ങനെ മൂവിക്ക് കൊടുന്നത്? നിനക്കും അച്ഛനൊക്കെ എന്തിൻ്റെ കേടാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനതൊക്കെ വിട്ടു. എനിക്ക് സ്വിമ്മിങ് ഇഷ്ടമാണ്, ഞാൻ ട്രൈ ചെയ്തില്ലെങ്കിൽ എനിക്കത് സങ്കടം വരിക, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അവനെ തലക്കിങ്ങനെ തലോടുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇംസോളിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ നമ്മുടെ ഇംസോളിൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഷർട്ടും അതുപോലെ തന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പം തട്ടിയിട്ട് ഇവള് വീഴുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒപ്പം അങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവനോടുള്ള ഇഷ്ടം അങ്ങനെ കൂടി വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ സീൻ അവിടെ എൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മൂവിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ സുഞ്ചയും ഇംസോളും കൂടെ അങ്ങനെ നടന്നു വരികയാണ്. അപ്പം അവളുടെ ഇംസോളിൻ്റെ അമ്മ ഇങ്ങനെ ഒരാളെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ വിചാരിക്കുന്ന ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കാമുകനാണെന്നാണ്. ഓക്കെ, അപ്പം ഇവരിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇവർ വണ്ടീൻ്റെ മറകിൽ നിൽക്കുകയായിരുന്നു സുഞ്ചയും ഇംസോളും. ആ വണ്ടി പെട്ടെന്ന് പോകുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു പോസ്റ്റുമ്പോൾ കുത്തിപ്പിടിച്ച് കയറും. അതായത് ഇവൻ താഴത്ത് നിൽക്കുകയാണ്, ഇവൾ ആ പോസ്റ്റുമ്പോൾ കുത്തിപ്പിടിച്ച് കയറും. എന്നിട്ട് നല്ല രസമായിരുന്നു. ഇവൻ്റെ തലയിലായിരുന്നു ഇവരെ കാല് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നു. വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ സുഞ്ചേൻ്റെ അച്ഛനും ഗെയിം കാണുമായിരുന്നു കേട്ടോ, ഒളിമ്പിക്സ് കാണുമായിരുന്നു, നമ്മുടെ സ്വിമ്മിങ്ങിൻ്റെ കോമ്പറ്റീഷൻ കാണുമായിരുന്നു. അപ്പം നമ്മുടെ കൊറിയയ്ക്ക് കിട്ടിയതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷത്തിൽ അവരിങ്ങനെ ഭയങ്കര ആവേശത്തിലിങ്ങനെ അച്ഛനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്ന സമയത്താണ് സുഞ്ചി വരുന്നത്. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഓഫാക്കും. അപ്പോൾ സുഞ്ചി പറയും, എന്തിനാ അത് ഓഫാക്കുന്നത്? ഞാൻ കണ്ടതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയേ. അപ്പോൾ അച്ഛനും ഇതായിട്ട് ഓക്കെ എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇംസോളിൻ്റെ ആക്സിഡൻ്റ് അന്ന് സംഭവിച്ചപ്പോൾ ആ ഡ്രങ്ക് കള്ളുടിച്ച ആൾ വന്നിട്ട് ഇങ്ങനെ ഇതാക്കിയപ്പോൾ അവളുടെ ഫോണും പേഴ്സൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പോയപ്പോൾ ഫോൺ കിട്ടിയില്ല, പക്ഷേ പേഴ്സ് കിട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അറിയുന്നത് ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ ഒരാൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആരെന്താ വിക്റ്റിന്നൊന്നും അറിയില്ല. പക്ഷേ അവിടെ കാണിക്കുന്നൊരു സീന്, ഒരു ട്രക്ക് ഓടിച്ച് പോകുന്ന ആളുടെ കയ്യിൽ ഇംസോളിൻ്റെ ഫോണുള്ളത്. ആ ഒരു ചങ്ങലയുടെ, അതായത് ആ ട്രക്ക് ഓടിക്കുന്ന ആളുടെ കീ ചെയിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇവൾക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. ബാക്കി സീനൊന്നും അവിടെ കാണിക്കുന്നില്ല. പിന്നെ ഇവർ അമ്മയും മോളും കൂടെ ഇങ്ങനെ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്, അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംസോളിൻ്റെ ബ്രദർ വാച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അതും കൊറിയയ്ക്ക് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഏട്ടനും നമ്മുടെ സുഞ്ചയും കൂടെ ഇങ്ങനെ ഭയങ്കര നല്ല ടേംസിലൊക്കെ ഗെയിംസ് കാണുമ്പോൾ ഏട്ടന് മനസ്സിലാവുന്നത് ആക്ച്വലി നീയല്ലേന്ന് അന്ന് സുഞ്ചനെ ഇംസോളിനെ അന്ന് ഡ്രങ്ക് ചെയ്ത് കൊണ്ടുവന്നത്, കള്ളുടിപ്പിച്ച് കൊടുന്നത് അന്ന് സ്വിമ്മിംഗ് പൂളിലുണ്ടായ സീനായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നീയല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ ഓരോരോ ചട്ടങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇംസോൾ വന്നിട്ട്, നീ എന്തിനാണ് ആർമി ചിട്ടകളൊക്കെ ഇവനടുത്ത് പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ രണ്ടുപേരും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അടിച്ചിട്ട്.
കോമഡി ആയിട്ടുള്ള രംഗമായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഏട്ടൻ അങ്ങനെ അതായത് ഇവളുടെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ച്വലി നമ്മുടെ സെക്കൻഡ് ലീഡ് ഭയങ്കര ലുക്കാണല്ലോ, അതാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സുഞ്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവനെ ഭയങ്കര താല്പര്യമില്ല, എന്നിട്ട് ഇവൻ്റെ അക്കൗണ്ടിലൊക്കെ കയറി നോക്കുന്നുണ്ട്. അത് നമ്മുടെ സെക്കൻഡ് ലീഡ് അറിയുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇംസോളിൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ ഇവളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് ടെൻഷനുണ്ട് അച്ഛാ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫ്യൂച്ചറിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് സുഞ്ചേനെ എന്നെയൊന്നും രക്ഷിക്കാൻ പറ്റാതെ ഇരിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിക്കണം. ഓരോരോ വട്ടം പഠിപ്പിക്കുമ്പോൾ ഇവൾക്ക് പേടിച്ചിട്ട് ഇവൾ പഠിക്കില്ല. എന്നിട്ട് അപ്പോൾ സുഞ്ചേൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സുഞ്ച പറയുന്നുണ്ട്, ഇപ്പോഴും പഠിക്കാമല്ലോ, നല്ലതല്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, അവൾ സൈക്കിളൊക്കെ എടുത്തിട്ട് സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ സുഞ്ച വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സുഞ്ച ഇങ്ങനെ പിന്നിൽ പിടിച്ച് ഉരുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഓട്ടാൻ പെട്ടെന്ന് പഠിച്ചില്ലെങ്കിൽ നീ എന്നെ വഴക്കൊക്കെ പറയും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, വഴക്കൊന്നും പറയില്ല, പക്ഷേ ആക്ച്വലി അവൻ്റെ കൺട്രോൾ പോകുന്നുണ്ട് ഇവൾ ചവിട്ടുന്നത് കാണുമ്പോൾ. പക്ഷെ അങ്ങനെ പിടിച്ച് നിന്നിട്ട് എന്തായാലും അവൾ ഓട്ടാൻ പഠിച്ചു. രണ്ടുപേരും കൂടെ കുറേ നേരം നല്ല കോമഡിയൊക്കെ അടിച്ചിട്ട് രണ്ടുപേരും കൂടെ അങ്ങനെ പാത്തിലൂടെ നടന്നിട്ട് വീണും ഉരുണ്ടൊക്കെ എന്തായി അവൾ എന്തായാലും സൈക്കിൾ ഓട്ടാൻ പഠിച്ചു. പിന്നെ അവളിങ്ങനെ പഠിക്കുന്ന കാര്യം ആലോചിക്കുക, കാരണം എന്തായാലും ഇപ്പോൾ അവൾ നിങ്ങോട്ട് വന്നതല്ലേ, എത്ര ദിവസം ഇവിടെ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും നമ്മുടെ എക്സാമിന് അവൾക്ക് പ്രിപ്പയർ ചെയ്യണം. മാത്സ് എന്തായാലും അവൾ എക്സാം വന്ന് എഴുതിയ സമയത്ത് മാത്സൊക്കെ എല്ലാവർക്കും ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ എന്തായാലും അവൾക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഇംസോളിൻ്റെ ഫ്രണ്ടിനാണെന്നുണ്ടെങ്കിൽ ഇംസോളിൻ്റെ ബ്രദറിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ, ബുക്ക് തുറന്നാൽ ഇവൻ്റെ മുഖമാണ് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്കിന്ന് പഠിക്കാൻ മൂടില്ല, നമുക്ക് പോവാമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സുഞ്ചേൻ്റെ ഫ്രണ്ടിനാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ സുഞ്ചയും ഡ്രസ്സ് എടുക്കുന്നുണ്ട്. സുഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ലീഡിൻ്റെ അതുപോലത്തെ ഒരു ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്, കാരണം സെക്കൻഡ് ലീഡ് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നല്ല ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ്സ്. അപ്പം ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ശരിക്കും ഇവർ ഡേറ്റിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ 4 പേരും കൂടെ കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ കോഫി കുടിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സുഞ്ചയ്ക്കും അതുപോലെ തന്നെ സെക്കൻഡ് ലീഡിനും കൂടെ ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ജലസി രണ്ടുപേരുടെ ഇടയിലും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്രോഗ്രാമിൽ ആക്ച്വലി ഇവർ 4 പേരെ ശരിക്കും പാടേണ്ടത്. സുഞ്ച ഇല്ലായിരുന്നു, ബാക്കിയുള്ള 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ ആബ്സെൻ്റ് ആണ്. അപ്പോൾ പകരം സുഞ്ചനോട് പാടാൻ പറയും. ഓക്കെ, സുഞ്ച പാടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകും, എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിൽക്കും. ഇവളും ഇത് കാണുന്നുണ്ട്, ഇവൾക്കും ഭയങ്കര സന്തോഷം, ഇവളെ കണ്ണിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ. ആക്ച്വലി ഒരു ലൈവായിട്ടുള്ള പെർഫോമൻസ് ആണ് സുഞ്ചേൻ്റെ ലൈവ് പെർഫോമൻസ് ആദ്യമായിട്ട് അവൾ കാണുന്നത്. കാരണം ഫ്യൂച്ചറിൽ കാണാനുള്ളൊരു ചാൻസ് അവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിൽ അവൻ പാടുന്നത് ഇപ്പോൾ അവൻ പാടുന്നതൊക്കെ അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ പോരുമ്പോൾ സുഞ്ച ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, സുഞ്ചനെ വന്ന് കണ്ടിട്ട് അവർ പിന്നെ മിസ്സാവും, അവൾക്ക് കാണാൻ പറ്റില്ല, അവർ പോവും എങ്ങോട്ടാന്ന് വെച്ചെന്നിട്ട്. ഇവിടാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവൻ എവിടെ പോയി എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ. എന്നിട്ട് സുഞ്ച വരുമ്പോൾ നോക്കുമ്പോൾ എന്തായി, ആരെന്താ പറഞ്ഞത്, അയാൾ എന്തെങ്കിലും തന്നോ, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും നമ്പർ എന്തെങ്കിലും തന്നോ ചോദിക്കും. അപ്പോൾ ഇല്ല, നമ്പർ ചോദിച്ചു, പക്ഷെ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. എന്നിട്ട് സുഞ്ചയ്ക്ക് എന്ന പാട്ട് പാടിയപ്പോൾ കിട്ടിയ ഗിഫ്റ്റ് ഉണ്ട്, ഫോൺ, അത് ഇവൾക്ക് കൊടുക്കും. അപ്പോൾ അവൾ ചോദിക്കും, ഇതിനാണോ നീ പാട്ട് പാടിയത്, നീ നിൻ്റെ കാര്യം അത് നോക്കാൻ പഠിക്കുക, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്നെ പറ്റി മാത്രം സെൽഫിഷായിട്ട് ചിന്തിക്കുക, ബാക്കിയുള്ളവരെ പറ്റിയിട്ടൊന്നും ചിന്തിക്കില്ല. ആക്ച്വലി ഇവൾക്ക് സുഞ്ചൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ആ സീൻ അവിടെ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം ഇവൾ പിറ്റേ ദിവസം സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഹെഡ്സെറ്റിൽ വെച്ചിട്ട് പാട്ട് ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഇവരെ തമ്മിൽ അന്ന് പൂളിലുണ്ടായ റെക്കോർഡിങ് ഇവൾ കേൾക്കുന്നുണ്ട്. ഇന്നാണ് അവൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുന്നത്. സുഞ്ച അന്ന് പൂളിൽ വെച്ചിട്ട് നമ്മുടെ ഇംസോളിനെ പ്രപ്പോസ് ചെയ്തതും ഇവൾ ആ ഹെഡ്സെറ്റിലൂടെ കേൾക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവൻ വന്നിട്ട് ഇവളോട് പറയും, നീ അല്ല ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഭയങ്കര സെൽഫിഷായിട്ട് എന്നെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ബ്രേക്കപ്പ് ആവും, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയും. ദിവസം അങ്ങനെയായിട്ട് നീ ബ്രേക്കപ്പ് ആവുക എന്ന് പറയുന്ന രംഗത്തോടെയാണ് നമ്മുടെ 6th എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. താങ്ക് യു.